നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ ഇത് ഒരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ വാങ്ങിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയൊന്ന് കാണാം. ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു കുഞ്ഞ് ചെടി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സാംസങ്ങിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇത് ഞാനൊരു 6 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷേ വാങ്ങിച്ച അന്ന് മുതൽ ഇപ്പോൾ വരെ നല്ല ഫ്രിഡ്ജാണ് കേട്ടോ. ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല അടിപൊളി ഫ്രിഡ്ജാണ്. നല്ല സ്പേസ് ഉണ്ട് സാധനങ്ങൾ വെക്കാൻ. തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സൈഡിൽ 2 റോ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും വെക്കുകയൊന്നുമില്ല. പിന്നെ മസാലപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കും. പിന്നെ ഇതൊരു ചെറിയൊരു കപ്പാണ്. ഇതിനകത്ത് ഞാൻ പാടയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഇത് സോസേജാണ്. സോസേജ് ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഐസ്ക്രീം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീരാറായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മുകളിൽ വെക്കും. പിന്നെ ഇത് ഐസ് ഡ്രോയാണ്. പിന്നെ ഇത് മീനാണ്. മീൻ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അവസാനം ഞാനിങ്ങനെ മീൻ വാങ്ങുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇതുപോലെ ഡപ്പയ്ക്കകത്തിട്ട് വെക്കാതെ ഒരു 3-4 ഡപ്പ എടുത്തിട്ട് നമുക്ക് ഓരോ ദിവസം വേണ്ടുന്ന, ഇവിടെ നമ്മൾ ആഴ്ചയിലല്ലേ മീൻ വാങ്ങുള്ളൂ. അപ്പോൾ ഓരോ ദിവസം വേണ്ടുന്ന മീൻ ഇങ്ങനെ ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ മീനെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ഡപ്പയാണത്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഗ്രീൻ പീസ്. നമ്മുടെ സാധാരണ ഗ്രീൻ പീസിനെക്കാട്ടിയും ഇത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ഈ ഗ്രീൻ പീസ് ആയിരിക്കും. ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രീസറിനകത്ത്. ഇനി നമുക്ക് താഴത്തെ സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ താഴെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഉൾവശം. അപ്പോൾ നമുക്ക് ആദ്യം സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. സൈഡിൽ ഫസ്റ്റ് തന്നെ മുട്ടയാണ്. ഇത് താറാമുട്ടയാണ്. താറാമുട്ട ഇതുപോലെ ചെറിയൊരു ഡ്രോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് താറാമുട്ട ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ലെമണാണ്. അപ്പോൾ എല്ലാവർക്കും ലെമൺ ജ്യൂസ് കുടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് ചൂടും കൂടി ആയതുകൊണ്ട്. പിന്നെ താഴെ 2 കുഞ്ഞ് ഡ്രോകളായിട്ടുണ്ട്. ഒന്നിനകത്ത് സോഡയാണ്. പിന്നെ അടുത്തത് കുറച്ച് മിഠായികളാണ് ഇരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷനിലായിട്ടിരിക്കുന്നത് എസൻസുകളാണ്. പിന്നെ കളർ പൗഡർ, പിന്നെ ഒരു കവർ പപ്പടം, പിന്നെ ചീസാണ്. ചീസിൻ്റെ കവറാണ് ഇരിക്കുന്നത്. പിന്നെ അതും കഴിഞ്ഞ് താഴത്തോട്ട് ഡ്രോയിലോട്ട് വരുമ്പോൾ ചോക്ലേറ്റ് ഷേക്ക് കുറച്ചിരിപ്പുണ്ട്. മോളുടെയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വറുത്ത തേങ്ങയാണ്. ഇതുപോലെ ഞാൻ നാട്ടിലെപ്പോൾ പോയാലും അമ്മ ഇങ്ങനെ വറുത്ത തേങ്ങ കൊണ്ടുവരും. പിന്നെ ഒരു ജ്യൂസ്, പിന്നെ പാല്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അകത്തോട്ട് പോകാം. അകത്തെ സെക്ഷനിൽ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഇത് ഞാനിങ്ങനെ എന്തെങ്കിലും കറികൾക്കൊക്കെ അരിഞ്ഞ് ബാക്കി വരുന്ന ഇതുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കും. അപ്പം ഒരു പകുതി തക്കാളിയൊക്കെ മതിയെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ഇട്ട് വെക്കും. പിന്നെ വലിയൊരു നമ്മളിങ്ങനെ കോഴിമുട്ട ഇങ്ങനെ വാങ്ങി ഇതുപോലത്തെ വലിയ ഡ്രൈക്കകത്താണ് വാങ്ങുന്നത്. പിന്നെ അടുത്തായിട്ട് താഴത്തെ സെക്ഷനിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഞാനിതൊരു ഡപ്പയ്ക്കകത്ത് കറിവേപ്പിലയാണ്. ഇത് കണക്ക് ഗ്ലാസ് ഡപ്പയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും ഇതുപോലെ ഞാൻ വെജിറ്റബിൾസ് വാങ്ങി വരുമ്പോൾ ഇതുപോലെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഞാനിതുപോലെ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കും. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് യോഗേർട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു കേക്കിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വാഴയിലയാണ്. ഇപ്പോൾ ലുലുന്ന് നമുക്ക് ചിലപ്പം അങ്ങനെ വാഴയില കിട്ടുമ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ കവറിലിട്ട് പൊതിഞ്ഞ് വെക്കും. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അത്. പിന്നെ താഴത്തെ സെക്ഷനിനകത്ത് കുറേ ഫ്രൂട്ട്സ് ഐറ്റംസാണ്. പിയർ, മൂസമ്പി, പിന്നെ ഇത് തക്കാളിയാണ്. വെജിറ്റബിൾസിൻ്റെ കൂടെ വരുന്ന തക്കാളി ഇതേപോലെ ഞാൻ സെപ്പറേറ്റ് ഒരു ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കും. പിന്നെ ഇത് നിറച്ച് മൂസമ്പിയാണ്. ഇവിടെ എല്ലാവർക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് വലിയ ഇഷ്ടമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാനായിട്ട് ജ്യൂസ് എടുക്കും. പിന്നെ താഴത്തെ സെക്ഷനിൽ അത്ര ഒന്നുമില്ല. പിന്നെ ഏറ്റവും താഴത്തെ ആയിട്ട് വെജിറ്റബിൾ ഡ്രോയാണ്. അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ ഉണ്ട്. പച്ചക്കായ, പിന്നെ ബീട്രൂട്ട്, കോളിഫ്ലവർ, കോവയ്ക്ക,
വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വെക്കും, അല്ലെങ്കിൽ എല്ലാം കൂടി കിടന്നിങ്ങനെ വൃത്തികേടാകും. പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പോൾ ഞാനിതുപോലെ കുഞ്ഞു കുഞ്ഞു ഡപ്പകളിലാക്കി ഇട്ട് വെക്കും. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒരു ചെറിയ കവറിനകത്ത് ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചീത്തയാകുകയൊന്നുമില്ല വെജിറ്റബിൾസൊക്കെ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് എങ്ങനെ ചീത്തയാവാതിരിക്കും എന്നുള്ളത്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ളത്. ഞാനങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നില്ല. പിന്നെ ആകെ കൂടുതലായിട്ട് വാങ്ങുന്നത് വെജിറ്റബിൾസ് ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് അമൃത. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.